നമസ്കാരം. ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. ഇതുവരെ കണ്ട തർക്ക വിഷയങ്ങൾ പോലെയല്ല അദാനി എന്ന നിർണായക തർക്ക വിഷയത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നു. സതീശന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. കേരള PCCയും മുന്നണിയും തീർപ്പാക്കേണ്ടതുമല്ല. രാഹുൽ ഗാന്ധി തീർപ്പാക്കേണ്ടതാണ്. ഹൈക്കമാൻഡ് തീർപ്പാക്കേണ്ടതാണ്. അദാനിയെ മൊദാനി എന്ന് വിളിക്കുന്ന രാഹുലിനെ തള്ളി സതീശന് അദാനിയുടെ കപ്പിത്താനാകാൻ കഴിയുമോ? KC നേരിട്ടിറങ്ങിയത് അതുകൊണ്ടാണ്. അദാനി നയത്തിൽ സതീശൻ പുറംകടലിലോ? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. KC നങ്കൂരമിട്ടോ? ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ പോലാണോ? CPM എന്നതിനെ പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നും നിലവിലില്ല എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രപതികളില്ല. പിന്നെ എസ് ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. CM തന്നെ പറയുകയുണ്ടായി, UDF ചർച്ച ചെയ്തിട്ടാണ് UDF ആയിരിക്കും ഒരു തീരുമാനം എടുക്കുക. പാർട്ടിയുടെ തീരുമാനം UDF-നെ അറിയിക്കും. അതനുസരിച്ചുള്ള തീരുമാനമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് VR അനൂപ്, CPM-ൽ നിന്നും H സലാം, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ, അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ H സലാം, ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഉറപ്പുകൾ, എംപവേർഡ് കമ്മിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ നിയമപരമായ പരിശോധന നടപ്പാക്കും, വേഗത്തിൽ അനുമതി കൊടുക്കില്ല, എല്ലാ വശവും പരിശോധിക്കും തുടങ്ങിയിട്ടുള്ള ഇപ്പോഴത്തെ ഈ പുതിയ നിലപാടുണ്ടല്ലോ, അത് വിശ്വാസയോഗ്യമാണോ? അത് ഒന്നാമത്തെ പ്രാഥമികമായ കാര്യം തന്നെ. നമ്മുടെ ഒരു വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും പൊതുവെ അറിയാം. അത്തരമൊരു കരാറ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്തൊരു കരാറിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ VS ഗവൺമെൻറ് സമയത്ത് ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പോളിസിക്ക് വ്യത്യസ്തമായിട്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കരാറുണ്ടാക്കുന്നത്. ആ കരാറുണ്ടാക്കിയ സമയത്ത് തന്നെ സ്വാഭാവികമായും ശക്തമായ വിയോജിപ്പ് ഇടതുപക്ഷം പ്രകടിപ്പിച്ചു. അത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ശക്തമായ സമരം വരെ അതിൻ്റെ രൂപത്തിലേക്ക് വരെ ഞങ്ങൾ വന്നു. അതിൻ്റെ വരാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പണം മുടക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും കുറച്ച് പണം മുടക്കുന്ന അദാനിയും. പക്ഷേ 30 വർഷത്തേക്ക് ലാഭവിഹിതം കേരളത്തിൽ ഉണ്ടാവുന്നില്ല, 40 വർഷത്തേക്ക് ഓണർഷിപ്പ് ഉണ്ടാവുന്നില്ല. വളരെ ചെറിയ പണം മുടക്കുന്ന ആ കമ്പനിക്ക് കൂടുതൽ പണം മുടക്കുന്ന യഥാർത്ഥത്തിൽ അതോറിറ്റി നമ്മുടെ തന്നെയാണല്ലോ, കേരള ഗവൺമെൻറ്റാണ്. അപ്പം അങ്ങനെ ഒരു ഗൗരവമായ പ്രശ്നമായ എഗ്രിമെന്റിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യത്തിൽ ഉണ്ടാക്കി. VS ഗവൺമെന്റ് സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. പോർട്ട് നമ്മൾ പണം മുടക്കി നിർമ്മിക്കുകയും അതിന്റെ നടത്തിപ്പ് അത് റവന്യൂ ഷെയർ അടിസ്ഥാനത്തിൽ നടത്തിപ്പ് ഏതെങ്കിലും കമ്പനികളെ ഏൽപ്പിക്കുകയും ചെയ്യാവുന്നൊരു പോളിസി ആയിരുന്നു VS ഗവൺമെന്റ് സമയത്ത്. തുടക്കത്തിൽ അതിന് രൂപം കൊടുത്ത് അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയപ്പോഴാണ് ഞങ്ങളിതിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞത്. എന്നാൽ 2014 ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ഞങ്ങൾ സുവ്യക്തമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു നിലപാടും ഭരണത്തിൽ വന്ന് വേറൊരു നിലപാട് സ്വീകരിച്ചെന്നുള്ളതല്ല. ഇതുപോലെയുള്ള വളരെ നമുക്ക് അനിവാര്യമായ വിഴിഞ്ഞം പോർട്ട് പോലെ നമ്മുടെ ഡെവലപ്മെന്റ്സിന് ഭാവിയിൽ വലിയ ഗുണമാകുന്ന ഒരു പ്രൊജക്റ്റ്, ആ പദ്ധതിയുടെ ആ എഗ്രിമെന്റിന്റെ തർക്കത്തിന്മേലെ മുന്നോട്ട് പോയാൽ, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ എന്നേക്കുമായി വിഴിഞ്ഞം എന്ന പോർട്ട് നമുക്ക് കേരളത്തിൽ നഷ്ടമായി പോകും. അതുകൊണ്ട് ആ എഗ്രിമെന്റിൽ കുറച്ച് കുറവുകളും പ്രയാസവും ഉണ്ടെങ്കിലും ഇത് സാധ്യമാവട്ടെ എന്നൊരു പോസിറ്റീവായ ഒരു അപ്രോച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു. അത് രാഷ്ട്രീയമായി സ്വീകരിച്ചതാണ്. രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ LDF ഗവൺമെന്റ്, ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് ഇത് നടപ്പാക്കാൻ ആവശ്യമായ നിലപാടാണ് പൊതുവെ സ്വീകരിച്ചത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, ആ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന എഗ്രിമെന്റ് പ്രകാരം ആ എഗ്രിമെന്റ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ എഗ്രിമെന്റ് ലംഘിക്കപ്പെടാൻ ഇടയാക്കപ്പെട്ട സാഹചര്യം എന്തെന്ന് ഉള്ള കാര്യം വിശദീകരിച്ച് ഞാൻ പറയേണ്ടതായിട്ടില്ല. ഒരു എഗ്രിമെന്റ് നിലനിൽക്കുമ്പോൾ ആ എഗ്രിമെന്റ് വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഒരു സ്റ്റെപ്പ് സ്വീകരിക്കേണ്ടത്? ആ സ്റ്റെപ്പ് സ്വീകരിക്കാൻ എന്തുകൊണ്ട് സതീശൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നൊരു പ്രശ്നമാണ്. അതൃപ്തി പ്രകടിപ്പിച്ചു, അതൃപ്തി അറിയിച്ചു എന്ന് മാത്രമാണ് ഒരു ഭാഷ്യം. അതൃപ്തി അറിയിച്ചാൽ മതിയോ? കൃത്യമായ എഗ്രിമെന്റിന്റെ എല്ലാ ക്ലോസുകളും ഉണ്ട്. ആ ക്ലോസ് 5(3) പറയുന്നത് ഈ
ഈ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. ആ വ്യവസ്ഥ ലംഘിച്ചാൽ ഒരു അതൃപ്തി അറിയിച്ചെന്ന് മാത്രമാണോ ചെയ്യേണ്ട കാര്യം? വ്യക്തമായ നിനക്ക് ആ കാര്യത്തിൽ പറയുന്നു, ഓണർഷിപ്പ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ പാടുള്ളൂ. അത് അനുമതി ഇല്ലാതെ പാടില്ല എന്നാണ്. എങ്ങനെയാണ് അദാനി എന്ന ആ കമ്പനിക്ക് എങ്ങനെയാണ് അതോറിറ്റിയായ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു നിലപാടിലേക്ക് എത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? അതാണ് കള്ളക്കച്ചവടം എന്ന് പറയുന്നത്. അത് സതീശൻ എന്ന് പറയുന്നത് തുറമുഖ വകുപ്പാണ്. വളരെ അസാധാരണമാണല്ലോ കേരളത്തിൽ ഇന്നത്തെ ഒരു സ്ഥിതി. അത് കോൺഗ്രസ് പാർട്ടി ഒന്ന് ആലോചിക്കാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. പൊതുഭരണ വകുപ്പ് സതീശൻ, നിയമവകുപ്പ് സതീശൻ, തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യപ്പെടുന്നയാൾ സതീശൻ, പിന്നെ നിയമവകുപ്പ് സതീശൻ. ഈ ഫയലിനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫയലാണെങ്കിലും ഇത് എങ്ങോട്ടൊക്കെ പോകുന്നു, ആ പോകുന്ന വഴിയെല്ലാം ആരാണ് നിൽക്കുന്നത്? സതീശനാണ്. തുറമുഖ വകുപ്പ് ഈ ഫയൽ ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഫയൽ വന്നാൽ ആ ഫയൽ നേരെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി ടു മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രിയിലേക്ക് പോകും. അവിടെ നിന്ന് നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ സതീശൻ എന്ന തുറമുഖ വകുപ്പ് മന്ത്രി അവിടെ നിന്ന് നിയമമന്ത്രിയായ സതീശനിലേക്ക് കൊടുക്കും. സതീശൻ അവിടെ നിന്ന് തിരിച്ച് മുഖ്യമന്ത്രിക്ക് മടക്കും, സതീശനായ മുഖ്യമന്ത്രിയിലേക്ക് മടക്കും. ഇതെല്ലാം നടക്കുന്നൊരു കാര്യം. ഇതിങ്ങനെ ധനകാര്യമന്ത്രി ധനപരമായ കാര്യത്തിന് പരിശോധന വേണമെങ്കിൽ അവിടുന്ന് നിയമമന്ത്രിയായിട്ടുള്ള ശ്രീ സതീശൻ ധനകാര്യമന്ത്രിയായ സതീശനിലേക്ക് ഫയൽ കൊടുക്കും. ആ പരിശോധന കഴിഞ്ഞിട്ട് ആ ഫയൽ മടക്കി വീണ്ടും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് ഈ ഫയൽ എത്തും. ഇങ്ങനെ സതീശന്റെ ചുറ്റുമിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫയലും തീർപ്പുമായി ഈ കാര്യം മാറുന്നു. ആരുണ്ട് കോൺഗ്രസ് ചോദിക്കാൻ? ഇന്നിപ്പോ ശ്രീ KC വേണുഗോപാൽ പരസ്യമായി പറഞ്ഞെന്താണ്? അദ്ദേഹം ഉന്നയിച്ച ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്നത് BJP ആണോ എന്നാ ചോദിച്ചത്. ആരാ ചോദിച്ചത്? ഞങ്ങളാരുമല്ല, ഇടതുപക്ഷക്കാരോ CPM-മാരോ അല്ല ചോദിച്ചത്. AICC സംഘടനാ സെക്രട്ടറി ചോദിക്കുകയാണ് കേരളം ഭരിക്കുന്നത് BJP ആണോ എന്നുള്ള കാര്യം. ഒറ്റ മാസം കൊണ്ട് ഈ കേരളം ഭരിക്കുന്നത് BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഈ സർക്കാരിന്റെ ഒരു നിലപാടുകൾ പലതും മാറി വരുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം കാണുന്ന ഒരു കാഴ്ച. ഇത് പൂർണ്ണമായ കള്ളക്കച്ചവടമാണ്. കള്ളക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ കച്ചവടത്തിന്റെ ചുരുളുകൾ നാളുകളിൽ നിശ്ചയമായും അഴിഞ്ഞു വരുന്ന കാര്യം ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. ശരി, ശ്രീ VR അനൂപ്, ശ്രീ സലാം പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അതെന്തൊക്കെ പറഞ്ഞാലും മനോഹരമായൊരു വാചകമാണ്. സതീശന് ചുറ്റും കറങ്ങുന്ന ഫയലുകളും തീർപ്പും. പിന്നെ KC ആരെ ഉദ്ദേശിക്കുന്നു, എന്തുദ്ദേശിക്കുന്നു എന്നും അങ്ങയുടെ മറുപടി? അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇന്നത്തെ നിങ്ങളുടെ ചർച്ചയുടെ ടൈറ്റിലിനോട് തന്നെ ഞാൻ വിയോജിക്കുകയാണ്. KC കേരളത്തിൽ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്താണെന്നേ. KCക്ക് അങ്ങനെ കേരളത്തിലേക്ക് അങ്ങനെ പ്രത്യേകമായി ലാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. KC ഇവിടെ തന്നെയുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. അങ്ങ് ആലപ്പുഴയുള്ള ആളല്ലേ? KC എല്ലാ ആഴ്ചയും ആലപ്പുഴയിൽ വന്നു പോകുന്ന ആളല്ലേ? KC എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കാണ് ഇപ്പോഴും. അദ്ദേഹം സാധാരണഗതിയിൽ സർക്കാരിന്റെ ദൈനംദിന വ്യവഹാരങ്ങളിൽ ഡെയിലി അഫയേഴ്സിൽ ഇടപെടാറില്ല. പക്ഷെ സർക്കാരിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പോളിസിയുടെ അവസാന വാക്ക് പലപ്പോഴും പറയുന്നത് KC അല്ലേ? KC കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? അത് KCയുടെ വ്യക്തിപരമായ നിലപാടല്ല, രാഹുൽ ഗാന്ധിയുടെ നിലപാടാ. അദാനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നിലപാടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അസന്നിഗ്ധമായി KC വേണുഗോപാൽ പറഞ്ഞത് എന്താ? അതിനെ ഇവിടെ ട്വിസ്റ്റ് ചെയ്തു. BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ എന്ന് ചോദിച്ചു എന്നാ. അല്ല ഞാൻ അതിലേക്ക് വരാം. അങ്ങനെ എനിക്ക് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് പൂർണ്ണമായി പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള സമയം എനിക്ക് തരണം. അവിടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് എന്താ? അവിടെ അദ്ദേഹം പറഞ്ഞത് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല, നിങ്ങളുടെ അദാനിയുടെ ഈ പറയുന്ന സൂപ്പർ ഗവൺമെന്റ് ആകാൻ സാധിക്കുന്നത് സംഘപരിവാർ സ്വാധീനമുള്ള BJP ഭരിക്കുന്ന ഇടങ്ങളിലെന്നാ. ഇവിടെ കേരളത്തിൽ എന്നല്ല, കർണാടകത്തിൽ എന്നല്ല, തെലങ്കാനയിൽ എന്നല്ല, കോൺഗ്രസ് ഭരിക്കുന്ന ഒരിടത്തും ഈ പറയുന്ന അദാനിക്ക് ഒരു സൂപ്പർ ഗവൺമെന്റ് ആകാനോ ഡീപ് സ്റ്റേറ്റ് ആവാനോ സാധിക്കില്ലെന്നേ. ഞങ്ങളെ രാഷ്ട്രീയമായി ഏറ്റവും എതിർക്കുന്ന, ഞങ്ങളെ ഏറ്റവും ആക്രമിച്ചിട്ടുള്ള ആളുകളല്ലേ അദാനി എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചത് കൃത്യമായ രാഷ്ട്രീയ നിലപാടാ. ഇവിടെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാ. VD സതീശൻ എന്തോ വ്യക്തിപരമായ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഈ പറയുന്ന അദ്ദേഹം വിചാരിക്കുന്നത് എന്താ? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയാണെന്ന പ്രധാനം.
കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ സംബന്ധിച്ച് പാർട്ടി എന്ന ഒന്ന് അപ്രസക്തമായിരുന്നു. ഇത് വി ഡി സതീശന്റെ നിലപാടോ കെ സി വേണുഗോപാലിന്റെ നിലപാടോ അല്ല, കോൺഗ്രസിന്റെ നിലപാടാ, രാഹുൽ ഗാന്ധിയുടെ നിലപാടാ. ഇവിടെ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ നിലപാടാണെന്നേ കെ സി വേണുഗോപാൽ പറയുന്നത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അല്ലാതെ കെ സി പക്ഷം ഒരു പ്രത്യേക നിലപാട്. എന്ത് സാഹചര്യം കൊണ്ടാണ് കെ സി വേണുഗോപാൽ ഇങ്ങനെ പറയേണ്ടി വന്നത്? ശ്രീ വി ആർ അനൂപ്, പ്രതിപക്ഷം ഉണ്ടാക്കിയ സാഹചര്യമല്ല. അല്ലെ, എന്ത് സാഹചര്യത്തിലായാലും കെ സി വേണുഗോപാലിന് ഇങ്ങനെ പറയാനേ സാധിക്കൂ. കെ സി വേണുഗോപാൽ പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണെന്നേ. ഇത് പിണറായി വിജയനെ സംബന്ധിച്ച് ഇപ്പോ കേരളത്തിന് പുറത്തുള്ള അദാനിയുടെ ഏതെങ്കിലും ഒരു സംരംഭവുമായി ബന്ധപ്പെട്ടാണ് കെ സി വേണുഗോപാൽ ഇങ്ങനെ പറയുന്നത് എങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റ വള്ളത്തിലാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. കെ സി വേണുഗോപാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെ പറ്റിയാണ്. അതിനെ എങ്ങനെ അദാനി കാണുന്നു എന്നതിനെ പറ്റിയാണ്. അദാനിക്ക് അങ്ങനെ കാണാനുള്ള കണ്ണട വെച്ചുകൊടുത്ത കൈകൾ ആരുടേതാണ്? അതാണ് ചോദ്യം. അത് കെ സിയുടെ ചോദ്യമാണ്, സലാമിന്റെ അല്ല. അദാനിക്ക് അങ്ങനെ ആർക്കും കോൺഗ്രസിനകത്ത് നിന്ന് കണ്ണട വെച്ചു കൊടുക്കാൻ കഴിയില്ലെന്നേ. ഇതിനകത്ത് രണ്ട് പക്ഷം സാധ്യമല്ല. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, നിങ്ങൾ പറയുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് അദാനിയെ അനുകൂലിക്കുന്ന ഒരു പക്ഷവും അദാനിയെ എതിർക്കുന്ന ഒരു പക്ഷവും എന്നാ. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് അദാനിക്ക് അനുകൂലമായി അവിഹിതമായി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. അത് രാഹുൽ ഗാന്ധിയുടെ അങ്ങനെയെങ്കിൽ ശ്രീ സലാം പറയുന്നത് പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഉറച്ചതായിരിക്കണം, സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ശബ്ദം പോലെ. അങ്ങനെ വരുമ്പോൾ അതൃപ്തി അറിയിക്കലല്ല ഉണ്ടാവുക, ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കൂ എന്ന മുന്നറിയിപ്പാണ്. അതാണ് കെ സിയുടെ വാക്കുകളിലുള്ളത്. അവിടെ സതീശൻ ദുർബലനാകുന്നു. കെ സിക്ക് ശക്തിയും സതീശന് ദൗർബല്യവും ഉണ്ട് എങ്കിൽ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒറ്റ ഫാക്ടറിയേ ഉള്ളൂ, അദാനി. അതാണ് കെ സി ചൂണ്ടിക്കാട്ടിയത്. അല്ല, അത് അങ്ങയുടെ വ്യാഖ്യാനം മാത്രമാണ്. ഇവിടെ ഞാൻ പറയാം, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ വ്യാഖ്യാനമല്ല, ശ്രീ സലാം ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അതൃപ്തി അറിയിക്കലാണോ? മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അതൃപ്തി അറിയിക്കലാണോ ശ്രീ വി ആർ അനൂപ്? കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ലെന്നേ. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനൊരു അഖിലേന്ത്യാ നയമുണ്ട്, അതിനൊരു സംസ്ഥാന നേതൃത്വമുണ്ട്, ദേശീയ നേതൃത്വമുണ്ട്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ പറയുന്നത് പോലെ അങ്ങനെ നിലപാടെടുത്തൊന്നും കോൺഗ്രസിനകത്ത് ആരും മുന്നോട്ട് പോകില്ല. വി ഡി സതീശനോട് അനൂപേ, ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത് അദാനിയുമായി ബന്ധപ്പെട്ട് ഇതേ നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിനും. ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ഈ ചട്ടം പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോ കെ സി വേണുഗോപാൽ, ആ ചട്ടം വി ഡി സതീശൻ എന്ന് പഠിക്കുമെന്ന് മാത്രമാണ്. അതറിയാനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ വി ആർ അനൂപ് ആവർത്തിച്ച് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രവൃത്തിയെ പറ്റി. ഒരു സെക്കൻഡ് ശ്രീ വി ആർ അനൂപ്, ഇവിടെ പൊതുഭരണം, അതുപോലെ തന്നെ ധനം, അതുപോലെ തന്നെ നിയമം, ഇത് പ്രത്യേകമായ സവിശേഷതകളുള്ള 3 സ്വതന്ത്ര വകുപ്പുകളാണ്. ഇത് 3ഉം ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത് ആരാണ്? അത് വി ഡി സതീശനാണ്. അതൊരു യാദൃച്ഛികതയാണോ? അല്ല. ഇപ്പൊ പൊതുഭരണ വകുപ്പിന്റെ പ്രത്യേകത, ഇപ്പൊ എംപവേർഡ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പൊതുഭരണ വകുപ്പാണ് ഏത് വകുപ്പുകളിലും ആരെയൊക്കെ സെക്രട്ടറിയായി ഇരുത്തണം, ഏത് കസേരയിൽ എത്ര നാൾ ഇരുത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അപ്പൊ ഈ എംപവേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് വെറും കടലാസ് പുലിയല്ലേ? കാരണം അവിടെ ഇരിക്കുന്നയാൾ ഭയപ്പാടയോടല്ലേ ഇരിക്കുക. ഇതെല്ലാം തീരുമാനമെടുക്കുക മുഖ്യമന്ത്രിയാണ്. പിന്നെ അത് നേരത്തെ മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പ് കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ധനവകുപ്പ്, ഈ പറയുന്ന നിയമവകുപ്പ്, അപ്പൊ ഇതിനകത്ത് ധനപരമായ എന്തെങ്കിലും ബാധ്യത കേരളത്തിനുണ്ടോ എന്ന് നോക്കുന്നതും തീരുമാനിക്കുന്നതും സതീശൻ. ഇതിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നതും തീരുമാനിക്കുന്നതും സതീശൻ. എന്നാ പിന്നെ സതീശൻ മാത്രം പോരെ? അല്ല, അത് അങ്ങയുടെ വ്യാഖ്യാനമാണ്. ഈ പറയുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് വകുപ്പ് വിഭജനം നടന്നിരിക്കുന്നത്. അത് ഒറ്റയ്ക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിനകത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി ആണെന്നൊക്കെ പറയുമെങ്കിലും ഇപ്പൊ ഘടകകക്ഷികളുടെ വകുപ്പ് അവരുടെ നേതൃത്വമായി തീരുമാനിച്ചതാണ്. ഒരാളെ ആഭ്യന്തരമന്ത്രിയാക്കിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തുമ്പോൾ മറുഭാഗത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇത് വി എസിന്റെ കാലത്ത് മാത്രമല്ലല്ലോ, നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ വി എസിന്റെ കാലത്ത് മാത്രമല്ലെന്ന് ഇത് നടന്നിരിക്കുന്നത്. ഇപ്പൊ വി എസിന് ആഭ്യന്തരമടക്കം നൽകാതെ വേലിക്കകത്ത് വളച്ചു കെട്ടിയിരുത്തി മറ്റു മന്ത്രിമാരെ കൊണ്ട് പിണറായി എന്നല്ലേ പറയുന്നത്. അതുപോലെ സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്.
അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ VD സതീശൻ എല്ലാ വകുപ്പും കൈകാര്യം ചെയ്താലും അവിടെ നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് കോൺഗ്രസിന്റെ നയാണെന്നേ. ഇത് വ്യക്തിപരമായ ഒരു വ്യക്തിക്ക് അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതറിയാത്ത ആളാണോ VD സതീശനെ? അങ്ങനെ ചെയ്യില്ലെന്നേ. കത്ത് കൊടുക്കേണ്ടി വരുന്നു ഈ വിഷയങ്ങളെല്ലാം. ശരി, സലാം. അതല്ല എന്നാണ് ശ്രീ വേണു, അതല്ല എന്നാണ് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞേക്കുന്നത്. കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ നയമല്ല നടപ്പാക്കപ്പെടുന്നുള്ളത്. KC വേണുഗോപാൽ പറഞ്ഞിട്ടില്ലെന്നേ. നിങ്ങൾ മിസ്കോട്ട് ചെയ്യരുത്. ഞാൻ കേൾപ്പിക്കാം. KC വേണുഗോപാൽ പറഞ്ഞ വാചകം പറയണം. KC വേണുഗോപാൽ എന്താ പറഞ്ഞത്? പറയും. എന്താ അനൂപ് പറയും, എന്താ പറഞ്ഞേ? കണക്ഷൻ പോയോ? എന്താണ് പറഞ്ഞത്? ഇല്ല, കേൾക്കാം അനൂപേ. KC വേണുഗോപാൽ പറഞ്ഞത് എന്താ? KC വേണുഗോപാൽ അസന്നിഗ്ധമായി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അദാനിക്കുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദാനിക്ക് മറ്റു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലെ കൈകാര്യം ചെയ്യാൻ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദാനിക്കുള്ള മറുപടിയാണ്, ഗവൺമെന്റിനുള്ള മറുപടിയല്ല. ഗവൺമെന്റ് തീരുമാനം എടുത്തോളം അദ്ദേഹം പറഞ്ഞത്. അതിന് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതേ. പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ തീരുമാനിക്കുമെന്ന് സലാം അങ്ങ് കരുതരുത്. ഇന്ന് M ലിജു പറഞ്ഞത് കേട്ടില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ്, അല്ലാണ്ട് സ്റ്റാലിനിസ്റ്റ് ലെഫ്റ്റ് അല്ല. നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചർച്ചകൾ ഉണ്ടാവും, തിരുത്തലുകൾ ഉണ്ടാവും, ഡയലോഗ് ഉണ്ടാവും, ഡിബേറ്റ് ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും. അല്ലാതെ പിണറായി വിജയന്റെ തോന്നലുകൾ, അദ്ദേഹത്തിന്റെ വെളിപാടുകൾ നടപ്പിലാക്കപ്പെടുന്ന പോലെ കേരളത്തിൽ VD സതീശൻ വന്ന് വൺ മാൻ വൺ പാർട്ടി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണോ? കോൺഗ്രസിന്റെ രീതി അതല്ലെന്നേ. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഒരു കണ്ണൂർ പാർട്ടിയല്ല. കണ്ണൂരിൽ നിന്ന് തുടങ്ങി കണ്ണൂരിൽ അവസാനിക്കുന്ന ഒന്നല്ല. കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ നേതൃത്വമുണ്ട്, അതിനൊരു നയമുണ്ട്. ആ നയ നിലപാട് തന്നെയാണ്. ഇവിടെ ഇപ്പൊ KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസിൽ ഒരു അഖിലേന്ത്യാ പാർട്ടിയുമുണ്ട്, കോൺഗ്രസിൽ ഒരു അദാനി പാർട്ടിയുമുണ്ട് എന്നാണ്. അപ്പോ ശ്രീ സലാം അങ്ങേക്ക് പറയാം. അങ്ങനെ അതിനകത്ത് KC വേണുഗോപാൽ പറഞ്ഞത് രണ്ട് വാചകം ഞാൻ പറയാം. കൃത്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കേരളം BJP ആണോ ഭരിക്കുന്നത്, അദാനി സൂപ്പർ ഗവൺമെന്റ് ആണോ? ഈ ചോദ്യം ചോദിച്ച പശ്ചാത്തലം എന്താണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ നയത്തിന് വ്യത്യസ്തമായി കേരളത്തിൽ സതീശൻ ഭരിക്കുന്ന കേരളത്തിൽ അനൂപ് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു നയമുണ്ടെന്നെല്ലാം പറയുന്ന കേരളത്തിൽ ആ നയം ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് VD സതീശൻ പ്രഖ്യാപിച്ചേക്കുന്നത്. ഈ കാര്യത്തിൽ അതാണ് ഇതിന്റെ ഗൗരവമായൊരു കാര്യം, വളരെ ഗൗരവമായ കാര്യമാണ്. നേരത്തെ ലിജു പറഞ്ഞ പോലെയല്ല, യെസ് ബോസ് അല്ല, അദാനി ബോസ് ഗവൺമെന്റ് ആണ്, RSS ബോസ് ഗവൺമെന്റ് ആണ് ഈ കേരളത്തിൽ സതീശന്റെ ഗവൺമെന്റ് എന്ന് വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. ഇത് വളരെ ദുരൂഹതയിനകത്ത് കാണാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് ഇതിൽ തുറമുഖ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് രത്തൻ കേൽക്കർ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് രത്തൻ കേൽക്കർ, എങ്ങനെയാ ഇതൊരു യാദൃശ്ചികമായി സംഭവിച്ച കാര്യമാണോ? അധികാരമേറ്റ് ആദ്യം മാറ്റിയ ഉദ്യോഗസ്ഥ ആരാണ്? വെടിഞ്ഞ പോർട്ടിന്റെ MD ദിവ്യ S അയ്യരെ മാറ്റി വേറെ ആളെ വെച്ചു. ഇതല്ലേ സാഹചര്യം? ഇതെല്ലാം നോർമലി സംഭവിച്ച കാര്യമാണെന്ന് കണക്കാക്കേണ്ട. അവിടെയാണ് ഇവിടെ മുഖ്യമന്ത്രി ആയതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വിമാനയാത്രയെ കുറിച്ച് നമ്മൾ സംശയിക്കപ്പെടുന്ന. അങ്ങനെയാണ്. അതിന്റെ പൈസ കൊടുത്താരാ? അതിന്റെ സ്വകാര്യ യാത്ര എന്ന് പറയില്ല. ആര് പൈസ കൊടുത്തു? ഇപ്പോഴും എന്തുകൊണ്ട് പറയുന്നില്ല? 25 ലക്ഷം രൂപയുടെ ചെലവഴിച്ചതാരാ? എന്തിനു വേണ്ടിയിട്ട് ചെലവഴിച്ചതാണ്? അവിടെ കണ്ടത് അദാനി ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനെ കണ്ടില്ലേ? എന്തിനു പോയതാണ്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരസ്യമായി പറയാൻ കഴിയാത്തതുകൊണ്ട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നല്ലേ ശ്രീ VD സതീശൻ പറഞ്ഞത്? ഇവിടെ ശ്രീ വേണു പറഞ്ഞ കാര്യം ചെറിയൊരു കാര്യമല്ല. എംപവേർഡ് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ? ആരാണ് ഈ എംപവേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്? ഈ 3 സെക്രട്ടറിമാരാണ്. പോർട്ടിന്റെ സെക്രട്ടറി, ലോ സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഈ 3 പേരടങ്ങുന്നതല്ലേ? ഈ 3 സെക്രട്ടറിമാരുടെയും മന്ത്രി ആരാ? സാക്ഷാൽ VD സതീശനാണ്. അത് പൊതുവെ എല്ലാം കഴിഞ്ഞ് പൊതുവായി വരുന്ന എവിടേക്കാ? പൊതുഭരണ വകുപ്പിലേക്കാണ്. അതിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സതീശന്റെ ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞ് വെറുതെ ഒരു വാചക ഘടന ചേർത്ത് ഞാൻ പറഞ്ഞ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അകത്തെ താനല്ലാതെ മറ്റാരും അറിയാതെ ഈ കച്ചവടം നടത്താൻ സതീശൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി സംഭവിച്ചേക്കുന്ന മാറ്റമാണിത്. അത് കോൺഗ്രസ് ഗൗരവമായിട്ട് ആരോപിക്കണം. എന്തുകൊണ്ടാണ് ഒരു എഗ്രിമെന്റിൽ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം എന്താ? അറിഞ്ഞില്ലെന്ന് കള്ളം പറയല്ലേ? എന്തേ തുറമുഖ വകുപ്പിന് സെക്രട്ടറി അറിയില്ലേ? തുറമുഖ വകുപ്പിന് സെക്രട്ടറി അറിഞ്ഞാൽ മന്ത്രി അറിയില്ലേ? സതീശ് അറിഞ്ഞില്ല എന്ന് കള്ളം പറഞ്ഞാൽ നാട്ടുകാരെന്തേ അരിയാഹാരം കഴിക്കാത്തവരാ? പോട്ടെ, വാദത്തിന് സമ്മതിച്ചാൽ, അറിഞ്ഞില്ല സമ്മതിച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ലീഗൽ നോട്ടീസ് അയക്കണ്ടേ?
ലീഗൽ നോട്ടീസ് അയക്കുമെന്നാണോ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്? എന്തേ അത് പരിണത്തി വെച്ചു? ഒരു അതൃപ്തി അറിയിച്ചു എന്ന് പറഞ്ഞാൽ മഴ പെയ്തു പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്ന പോലെ ഇതിങ്ങനെ എഗ്രിമെന്റ് ഉണ്ടായി പോയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ എന്ന് ഒരു ഗവൺമെന്റ് ഒരു സർക്കാർ നിസ്സഹായാവസ്ഥ പറഞ്ഞ് ആ വലിയ ഒരു ഷിപ്പിംഗ് കമ്പനിക്കെതിരായി കേസും മറ്റുമായിട്ടൊക്കെ പോയാൽ നമുക്ക് പൊതുവെ കേരളത്തിലെ ഭാവി ദോഷമായിട്ട് മാറില്ലേ എന്നൊന്ന് കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഒരുക്കിയിരിക്കുകയാണ് വളരെ തന്ത്രപരമായി. അതല്ലേ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട ശ്രീ അനൂപ് പറയുന്ന പോലെ നിങ്ങളുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നയമുണ്ടെങ്കിൽ ഇന്ത്യക്കകത്തല്ലേ കേരളം? ആ നയത്തിന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ സതീശന് സഞ്ചരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അവിടെ ഗൗരവമായി കാണേണ്ട കാര്യം KC വേണുഗോപാലിന്റെ മേലെ കൂടിയാണ് ഈ മംഗലാപുരം ഫ്ലൈറ്റ് പറന്നത്. അവിടെയാ കാര്യം. AICC സംഘടനാ സെക്രട്ടറിക്കാരും ഒരു വാല്യൂ അദാനിക്കുണ്ട് ഓൾ ഇന്ത്യ കമ്മിറ്റിക്കകത്ത് എന്നതല്ലേ നമ്മൾ തെളിയിക്കപ്പെട്ട കാര്യം. അത് റോബർട്ട് വധേരയുമായും അദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പതുക്കെ ഒന്ന് ചകഞ്ഞു നോക്കിയ കാര്യം മനസ്സിലാവും എന്താണത് കാര്യം. അതുകൊണ്ട് ശ്രീ KC വേണുഗോപാൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് പരസ്യം നടത്തിയിട്ടുണ്ട്. പക്ഷേ വേണുഗോപാലിന് മേലെ കൂടി പറന്ന വിമാനത്തിന്റെ ആ യാത്രയും അതിന് ലാൻഡിങ്ങും അവിടെ ഉണ്ടായ ചർച്ചയും ഇതെല്ലാം ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം രണ്ട് അതിഥികൾ കാത്തിരിക്കുന്നവരിലേക്ക് പോയതിനു ശേഷം നിശ്ചയമായി ഞാൻ ശ്രീ അനൂപ് അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം നൽകുന്നതായിരിക്കും. അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല, അങ്ങേക്ക് സമയം കൃത്യമായിട്ടുണ്ടാകും. ഒരു ഇടവേള. ഇല്ല, ശരി. കേട്ടില്ല. ചോദ്യം ഇതാണ്, KC വേണുഗോപാൽ ഇപ്പോൾ ഈ സൂപ്പർ മുഖ്യമന്ത്രി ആകേണ്ട, സൂപ്പർ ഗവൺമെന്റ് ആകേണ്ട അദാനി എന്നിപ്പോൾ പറയുന്നത് ആർക്കുള്ള സന്ദേശം? കൂടാതെ ഇവിടെ ഒരു ധവളപത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു. അപ്പൊ നിങ്ങൾ സംശയിക്കുന്നത് എന്താണ്? അതായത് കേരളത്തിൽ ഈ വിഷയത്തിൽ, അദാനി വിഷയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം വിഷയത്തിൽ KC വേണുഗോപാൽ പക്ഷവും VD സതീശൻ പക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഈ ഏറ്റുമുട്ടൽ കേരളത്തിന് കനത്ത നഷ്ടമായിരിക്കും സംഭവിക്കുക. അതായത് വിഴിഞ്ഞം കേരളത്തിലും വികസനം തമിഴ്നാട്ടിലും എന്നുള്ള അവസ്ഥയിലേക്ക് വരും. വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള സമയദൂരം 30 മിനിറ്റാണ്, ഒരേപോലെയാണ്. ഇവിടെ തമ്മിൽ തല്ലുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാവുകയും പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടം ദേശീയ നയത്തിനും സംസ്ഥാന നയത്തിനും ഇടയിൽ കിടന്ന് തമ്മിൽ തല്ലുകയും ചെയ്യുമ്പോൾ ഒരു വിദേശ നിക്ഷേപകനും ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വരില്ല. വിഴിഞ്ഞത്തിന്റെ പുരോഗതിയാണ് തടസ്സപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ തുറമുഖം എന്ന് പറഞ്ഞാൽ ആ തുറമുഖവുമായി അനുബന്ധമായി വളർന്നു വരേണ്ട വ്യവസായ വാണിജ്യ മേഖല 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് വരുന്നത്. അതിന് അനുയോജ്യമായൊരു സാഹചര്യം കേരളത്തിലില്ല, വിഴിഞ്ഞത്തിലില്ല എന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് ഡെവലപ്പ് ചെയ്യും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം KC വേണുഗോപാലിന്റെയും അല്ലെങ്കിൽ VD സതീശന്റെയും രാഷ്ട്രീയമല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയമല്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തിന്റെ മുഴുവൻ ഗുണഫലവും തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ VD സതീശനും KC വേണുഗോപാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു എത്ര കാലഘട്ടങ്ങളുടെ, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട്, പിണറായി വിജയന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട്, ഇപ്പോൾ VD സതീശനിൽ എത്തിച്ചേരുമ്പോൾ ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കുമ്പോൾ കേരളത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാവുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപവും വരേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ തമ്മിൽ തല്ല് നടക്കുന്നത് എങ്കിൽ ആരെങ്കിലും കേരളത്തിൽ നിക്ഷേപിക്കുമോ? മാത്രമല്ല അദാനിക്കെതിരായിട്ടുള്ള നിലപാടാണ് ദേശീയ തലത്തിൽ എങ്കിൽ സംസ്ഥാന തലത്തിൽ VD സതീശൻ അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ഇടതുപക്ഷത്തിനെ കണ്ടുപിടിക്കണം. ഇടതുപക്ഷത്തിന്റെ തൊട്ടു മുമ്പുള്ള മന്ത്രിസഭയിലെ തുറമുഖ മന്ത്രി VD സതീശൻ പറഞ്ഞത് എന്താ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്നാണ്. ആരാ പറഞ്ഞത്? CPM-ന്റെ മന്ത്രിയാണ് പറഞ്ഞത് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. അദാനിയെ വേദിയിലിരുത്തിക്കൊണ്ടാ പറഞ്ഞത്. വി എൻ വാസവൻ പറഞ്ഞത് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും യാഥാർത്ഥ്യബോധത്തോടു കൂടി വിഴിഞ്ഞത്തെ സമീപിക്കാൻ സാധിച്ചു എങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? അത് കോൺഗ്രസിന്റെ അകത്തുള്ള തമ്മിൽ തല്ല് തന്നെയാണ്. അതിനവർ ജനാധിപത്യമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നല്ല മുഖം മൂടി വെച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആൾക്കാർക്ക് മനസ്സിലാകും തമ്മിലടി മൂത്തിരിക്കുകയാണ്. പിന്നെ അദാനി തീരെ കൊള്ളാത്ത ആളാണ് എന്നുള്ള അഭിപ്രായം BJPക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ അദാനിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇതിനു മുമ്പ് നടന്ന ഡീലുകളുമൊക്കെ തന്നെ വിലയിരുത്തിപ്പെടേണ്ടി വരും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദാനിയുടെ കാര്യത്തിൽ രണ്ടായിട്ട് നിൽക്കുന്നത് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും രാഷ്ട്രീയ സങ്കുചിത സ്വാർത്ഥ താല്പര്യം തന്നെയാണ്. അല്ലാതെ അദാനിയുമല്ല വിഴിഞ്ഞവുമല്ല അവർക്ക് മുഖ്യം. ഇവിടെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ അനൂപ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ അന്തിമ വാക്ക് വേണുഗോപാലാണ്, മുഖ്യമന്ത്രി അല്ല.
മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒരു വാക്കുമില്ല, മുഖ്യമന്ത്രിയുടെ വാക്കിന് വിലയുമില്ല എന്നല്ലേ അനൂപ് പറഞ്ഞതിന്റെ അർത്ഥം? അന്തിമ വാക്ക് അല്ല, അത് നയപരമായ കാര്യങ്ങൾ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അത് പറയേണ്ടത് സംഘടനാ ജനറൽ സെക്രട്ടറി. ആ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, പക്ഷെ ജനങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ രണ്ട് വിഭാഗത്തിന്റെ ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ട് വികസനം മുരടിച്ചിരിക്കുന്നു, വിഴിഞ്ഞം തകരാറിലായിരിക്കുന്നു, കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സത്യത്തിൽ യഥാർത്ഥ വസ്തുത പറയട്ടെ. ധവളപത്രം പുറപ്പെടുവിച്ച മുഖ്യമന്ത്രിയല്ലേ? ഈ കാര്യത്തിൽ വസ്തുത സുതാര്യമായി മുന്നോട്ട് പറയട്ടെ. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, എന്താണ് സൊല്യൂഷൻ? മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കാണുന്ന സൊല്യൂഷൻ എന്താണ്? ഇതിനൊരു പരിഹാരം വേണ്ടേ? ആ പരിഹാരം ഉണ്ടാക്കേണ്ടത് മറ്റാരുമല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടത്തരവാദിത്വത്തോടുകൂടി മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഇതിന് പരിഹാരം കാണാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ട് ഇതാണ് വസ്തുത, ഇതാണ് സത്യാവസ്ഥ എന്ന് പറയണം. പക്ഷെ അത് പറയാൻ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ സമ്മതിക്കാത്തൊരു കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ അപഹാസ്യമാവുകയാണ് ഈ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും. ശരി, ശ്രീ കെ ജി ജ്യോതിർ ഘോഷ്, ഈ ഭരണ സംവിധാനത്തിൽ നാം ഒന്നിലധികം സന്ദർഭങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ വിവാദ തീരുമാനങ്ങളായിരിക്കാം, ചിലപ്പോൾ സുപ്രധാന തീരുമാനങ്ങളായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുമ്പോൾ ഒന്നുകിൽ ധനവകുപ്പ് ഒരു ഡിസന്റ് രേഖപ്പെടുത്തും, അല്ല എങ്കിൽ നിയമവകുപ്പ് ഒരു ഡിസന്റ് രേഖപ്പെടുത്തും. അത് വളരെ പ്രധാനമാണ്, ആ രണ്ട് വകുപ്പുകളും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് നീക്കവും സുതാര്യമാകും എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നത്. അതിന് മതിയായ സംവിധാനങ്ങളാണ്, ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന തട്ടുകളാണിതെല്ലാം. ഇവിടെ ഒരാൾ തന്നെ ഇതെല്ലാം കൈയടക്കി വെച്ചിട്ട് ഒരു എംപവേർഡ് കമ്മിറ്റി കാര്യങ്ങളെല്ലാം ശരിയായി കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അത് രണ്ട് രീതിയിൽ ഇതിനെ കാണും. ഒന്ന്, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ആ ഒരു സങ്കല്പത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിർവഹിക്കുക എന്നും നേരത്തെ പറയുകയുണ്ടായി. ഇപ്പോൾ അധികാരത്തിലേറ്റിട്ട് അദ്ദേഹം ധനകാര്യ വകുപ്പ് ഒരു മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മറ്റ് അപൂർവ സാഹചര്യങ്ങളിൽ ഒരു മുഖ്യമന്ത്രിമാർ ഇതിൻ്റെ ചാർജ് വഹിച്ചിട്ടുണ്ടെങ്കിലും ഒരു മുഖ്യമന്ത്രി നേരിട്ട് ഇതിൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ഞാനതിനെ ആദ്യമായി കണ്ടത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. കാരണം ഇവിടെ പണമില്ല, പണം കൊണ്ടുവന്നേ തീരും. ഈ ഖജനാവിൻ്റെ ഈ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പോകാൻ പറ്റില്ല, ഇടിച്ചു നിൽക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്ര ഏറ്റവും ഗുരുതരമായ ഒരവസ്ഥയിൽ കിടക്കുന്ന സാമ്പത്തിക സ്ഥിതിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിനെ ഞാനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ ഭരണപരമായ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നിയമവകുപ്പും തുറമുഖ വകുപ്പും സ്വയംഭരണ പൊതുഭരണ വകുപ്പും എല്ലാം അദ്ദേഹം കൈക്കിൽ വയ്ക്കുന്നു. ഇത് ഒരർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ഡിക്റ്ററ്റോറിയൽ സമീപനമാണ് എന്ന് വയ്ക്കാം. മറ്റൊരർത്ഥത്തിൽ ഇത് കാര്യങ്ങൾ കുറേയും കൂടെ പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒരു വഴിയുമായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 3 വിഷയങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ ഭാവിയും വിഴിഞ്ഞത്തിൻ്റെ പുരോഗതിയും. 2, കേരള സർക്കാരും പിന്നെ അദാനി പോർട്ടും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ഡിസ്പ്യൂട്ട്. 3, രാഷ്ട്രീയം. ഈ ആദ്യത്തെ വിഷയമാണ് ഇതിനകത്ത് ഏറ്റവും നമ്മളെയൊക്കെ സംബന്ധിച്ച് മുഖ്യം. കാര്യം ഈ വിഴിഞ്ഞം പോർട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുന്നത് കേരളത്തിന് നല്ലതല്ല, നമുക്ക് ആർക്കും നല്ലതല്ല. മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. പിന്നെ ഈ ഡിസ്പ്യൂട്ട് എന്നുള്ള സംഗതി, ഈ ഡിസ്പ്യൂട്ട് ശരിക്കും പറഞ്ഞാൽ ഈ അദാനി പോർട്ട് കേരള സർക്കാരുമായിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടും ഇത് മുൻകൂട്ടി അറിയിച്ച് തന്നെ ചെയ്യിക്കേണ്ട സംഗതിയായിരുന്നു. ഇവിടെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ നമ്മുടെ ഈ ഒറിജിനൽ കരാറിനകത്ത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 45(2) ആണെന്ന് തോന്നുന്നു കരാർ പ്രകാരമുള്ള. ഒരു ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിലേക്ക് സജസ്റ്റ് ചെയ്യുക, അതോടെ 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആർബിട്രൽ ട്രിബ്യൂണലിലേക്ക് അത് മാറും. ഇപ്പം ഇവിടെ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനകത്ത് ഏത് നിലപാടാണ് സർക്കാർ എടുക്കുക എന്നുള്ളത് നോക്കുമ്പോൾ മാത്രമേ ഈ സർക്കാരിൻ്റെ നിലപാട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അവിടെ കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഭാവിയും വിഴിഞ്ഞത്തിൻ്റെ പുരോഗതിയും മുൻനിർത്തി എടുക്കുന്ന തീരുമാനം. അതുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആശങ്കകളൊക്കെ പരിഗണിക്കണം. ഇവ പറഞ്ഞതുപോലെ ഒരു MSC കമ്പനിയുടെ കുത്തകയായിട്ട് മാത്രം മാറുമോ, അതങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാനുള്ള സംഗതികൾ എന്താണ്, ഇതൊക്കെ സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ MT കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് സ്റ്റാക്ക് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ MT കണ്ടെയ്നേഴ്സ് സ്റ്റാക്ക് ചെയ്യുന്ന സംബന്ധിച്ചുള്ള
ഒരു ശതമാനം അതിന് ബന്ധപ്പെട്ട ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം സംഗതികൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി ഗവൺമെന്റിന്റെ ഒരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനവും അല്ലെങ്കിൽ എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനം വരെ നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ അവിടെയും നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട സംഗതി വിഴിഞ്ഞത്തിന്റെ പുരോഗതിയും കേരളത്തിന്റെ ഭാവിയുമാണ്. പിന്നെ മൂന്നാമത്തെ വിഷയം അതാണ് ഇപ്പോൾ സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ എന്നാലും ഈ ചർച്ചയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ അനുയോജ്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ഗവൺമെന്റിന്റെ പുറത്തുള്ള ആ ഒരു കൺട്രോൾ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല വലി നടക്കുന്നുണ്ട്, വടംവലി നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം വളരെ സജീവമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് വി.ഡി. സതീശൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. പിന്നെ ഈ മദ്യനയത്തിന്റെ പ്രശ്നം വന്ന സമയത്ത് KC വേണുഗോപാൽ പ്രസ്താവന ഇറക്കി, അത് നയപരമായ കാര്യങ്ങളാണ് ചർച്ചയായിട്ട് തീരുമാനിക്കണം. പക്ഷേ വി.ഡി. സതീശൻ ധനകാര്യ ബിൽ അത് ഉൾപ്പെടുത്തി അത് പാസ്സാക്കി. നടപ്പിലാക്കുകയോ ഇല്ലെന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ അത് ധനകാര്യ ബിൽ പാസ്സാക്കിയത് അവിടെ വി.ഡി. സതീശൻ ഒന്ന് സ്കോർ ചെയ്യുകയാണ്. രണ്ട്, ഇനിയിപ്പോൾ ഈ ഒരു വിഷയം അതുപോലെ തന്നെ ശേഷാദ്രിനാഥിന്റെ നിയമനം അതും സാധ്യമാക്കി. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കടുത്ത വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന് ഒരു വിഭാഗം അധികാരത്തിനെ അചഞ്ചലമാക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് കേരളത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതേസമയത്ത് പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇവിടെ രമേശ് ചെന്നിത്തലയും യഥാർത്ഥത്തിൽ ഇപ്പോൾ വി.ഡി. സതീശന് വളരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മാറിയിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് കോൺഗ്രസിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു മൽപ്പിടുത്തത്തിൽ ഈ മത്സരത്തിനകത്ത് ഇപ്പൊ KC വേണുഗോപാലും വി.ഡി. സതീശൻ നടക്കുന്ന ഈ മത്സരത്തിനിടയിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിന്റെ അവിടെ അരഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ അരഞ്ഞ് ചതഞ്ഞു പോകുന്നത് കേരളത്തിന്റെ താല്പര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിരിക്കും. ഇനിയിപ്പോ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി ലീഗൽ നോട്ടീസ് അയക്കണം. ലീഗൽ നോട്ടീസ് അല്ല അയക്കേണ്ടത്, മറിച്ച് ഇത് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിലേക്ക് റെഫർ ചെയ്യുകയും അത് കഴിഞ്ഞിട്ടാണ് ആർബിട്രറിലേക്ക് പോയി. അത് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഈ ഒരു നടപടിയാണ് ഇതിനകത്ത് സംബന്ധിച്ചത്. അത് വളരെ ലളിതമാണ്, അത് കരാർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഇപ്പം നടക്കുന്ന ഈ ഒരു സംഗതിക്കകത്ത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ഈ വടംവലിയിൽ കേരളത്തിന്റെ താല്പര്യമാണ് ഹനിക്കപ്പെടുന്നത്. വിഴിഞ്ഞത്തിന്റെ പുരോഗതിയാണ് ഇതിന്റെ ഏതെങ്കിലും ഒരു ഇപ്പൊ ഉദാഹരണത്തിന് വി.ഡി. സതീശൻ ഇപ്പം നീട്ടിവെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് സംഗതികൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടിക്ക്, കാരണം വി.ഡി. സതീശൻ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തല്ല. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു ഭീഷണിയും ഇപ്പോൾ വി.ഡി. സതീശൻ നേരിടുന്നില്ല. മറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിടുന്ന ആ ഒരു ആക്രമണവും അതോടൊപ്പം തന്നെ ഈ ഒരു വടംവലി തന്നെയാണ്. അത് അധികാരത്തിന് വേണ്ടി തന്നെയുള്ളതായിരിക്കാം. അത് ഏതെങ്കിലും ഒരു ലേബൽ ചാർത്തുകയും അതല്ലെങ്കിൽ പാർട്ടിക്കകത്തൊരു അഭിപ്രായ രൂപീകരണങ്ങൾ ഉണ്ടാക്കുന്നത് ചേരി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ അസ്വസ്ഥമാക്കുക അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു സമീപനം ഇപ്പൊ നമുക്ക് എന്തു തന്നെ പറഞ്ഞാലും, എത്ര തന്നെ ന്യായീകരണം പറഞ്ഞാലും, ഒരു സാധാരണ ഒരു മലയാളി എന്ന നിലയിൽ, കാര്യങ്ങൾ വീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതാണ് ഇപ്പോൾ സതീശൻ നേരിടുന്ന ഒരു ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വെല്ലുവിളിയിൽ വിജയിക്കുക എന്നുള്ളതാണ് സതീശന്റെ മുഖ്യമായ ലക്ഷ്യം. ഇത് വിജയിച്ചില്ലെങ്കിൽ സതീശന്റെ മുമ്പോട്ടുള്ള പോക്കും സതീശൻ ബജറ്റിൽ പങ്കുവച്ച സ്വപ്നവും എല്ലാം അവതാളത്തിലാവുന്ന ഒരു അവസ്ഥയും വരും. ശരി, ശ്രീ വി.ആർ. അനൂപ്, എച്ച് സലാമിന്റെ വിമർശനമുണ്ട്, ശ്രീ ജയസൂര്യന്റെ വിമർശനമുണ്ട്, ശ്രീ ജ്യോതിർ ഘോഷിന്റെ നിരീക്ഷണങ്ങളുണ്ട്. അങ്ങയുടെ മറുപടി. KG ജ്യോതിർ ഘോഷിന് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാം. അത് സാധാരണ മലയാളിയുടെ അഭിപ്രായമായൊന്നും സാമാന്യവൽക്കരിക്കേണ്ടതില്ല. കോൺഗ്രസിന് ഒരു രീതി ഉണ്ടെന്നേ. ഇവിടെ സംഘപരിവാറിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ അദാനിയോടുള്ള സമീപനത്തെ ശ്ലാഘിക്കുന്നുവെന്ന്. അതിനകത്ത് അസ്വാഭാവികമായി ഞാൻ ഒന്നും കാണുന്നില്ല. കാരണം ഈ രണ്ട് പാർട്ടികളും പങ്കുവെക്കുന്ന ഒരു പൊതുഘടനയുണ്ട്, വൺ പാർട്ടി വൺ ലീഡർ. പിണറായി വിജയൻ CPM എങ്ങനെയാണോ അതുപോലെയാണ് നരേന്ദ്രമോദി സംഘപരിവാറിനെ സംബന്ധിച്ച്. ഞങ്ങൾ അങ്ങനെയല്ലെന്നേ. എം ലിജു എന്ന് പറഞ്ഞത് എന്താ, ഞങ്ങളുടെ ഏതൊരു യെസ് ബോസ് പാർട്ടിയല്ല. വി.ഡി. സതീശൻ തന്നെ ആവർത്തിച്ച് പറയുന്നത് എന്താ, അദ്ദേഹം നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്നാണ്, സ്റ്റാലിനിസ്റ്റ് ലെഫ്റ്റ് അല്ല. അത് ആ വ്യത്യാസം, അതിന് വ്യതിരക്തത നമ്മൾ മനസ്സിലാക്കണ്ടേ. നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ, നെഹ്റുവിന്റെ പ്രതാപകാലത്ത് പോലും അദ്ദേഹം വിമർശനങ്ങളെ സ്വീകരിക്കുകയും ചർച്ച ചെയ്യുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്.
VD സതീശൻ അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം നടത്തിയ ക്രിയേറ്റീവായ വിമർശനങ്ങളില്ലേ? ഇപ്പൊ VD സതീശൻ വരുമ്പോൾ അത്ര വിമർശനങ്ങളൊന്നും സാധ്യമല്ല എന്നാണോ? കോൺഗ്രസിന് K കരുണാകരൻ ഭരിക്കുമ്പോഴുണ്ടായിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴുണ്ടായിട്ടുണ്ട്, AK ആന്റണി ഭരിക്കുമ്പോഴുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നതാ. കഴിഞ്ഞ 10 വർഷം കേരളത്തിന് നഷ്ടപ്പെട്ടത്, ഇപ്പോൾ CPM-ന്റെ രാഷ്ട്രീയ പതനത്തിനിടയാക്കിയത് ഈ പറയുന്ന മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞ് പിണറായി സ്തുതി പാടുന്നത് പോലെയല്ല കോൺഗ്രസ് പാർട്ടി. ഇന്ന് വളരെ കൃത്യമായി ഹെംലിജ് പറഞ്ഞതല്ലേ, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നേ. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തൊരു നേതാവില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നയ നിലപാടുണ്ട്. ഇവിടെ പിണറായി പറഞ്ഞാൽ അതാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല ഞങ്ങളെ സംബന്ധിച്ച്. നരേന്ദ്രമോദിയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഇപ്പൊ ജ്യോതിർഘോഷ് വന്ന് ഇവിടെ പറയാണ്, ഇവിടെ ഒരു കൂട്ടം ആളുകൾ മല്ലയുദ്ധം നടക്കുന്ന പോലെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നല്ല. ഒരാളൊന്നുമല്ല പാർട്ടി. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഒരാളല്ല ഗവൺമെന്റ്. ടീം UDF എന്ന VD സതീശൻ പോലും പറയുന്നത്. അപ്പൊ VD സതീശനില്ലാത്ത ഉത്കണ്ഠയൊന്നും ജ്യോതിർഘോഷിന് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടാ. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്ന അഭിപ്രായത്തിലാണോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾക്ക് അദാനിയെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു നയമുണ്ടെന്നേ. അതിനകത്ത് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യണോ? ഞങ്ങളത് കോംപ്രമൈസ് ചെയ്യില്ല. അത് കേരളവുമായി ബന്ധപ്പെട്ട് സവിശേഷമായി ഞങ്ങൾ രൂപീകരിച്ചതല്ല, ഞങ്ങളുടെ നയമാണ്. അദാനി കോർപ്പറേറ്റ് ഹിന്ദുത്വയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയാ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് പ്രധാനം. ഉപ്പിൽ നിന്ന് ഉപ്പരസം പോയാൽ പിന്നെ ഉപ്പല്ലാതായി മാറും എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണമാണ്, ഞങ്ങളുടെ ഏജൻസിയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങളുണ്ട്. ഞങ്ങൾ VD സതീശൻ നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിലെ എന്തിന് മംഗലാപുരത്ത് പോയി VD സതീശൻ? ആരാണ് 25 ലക്ഷം രൂപ ചാർട്ടേഡ് ഫ്ലൈറ്റിന് കൊടുത്തത്? എന്തിനാണ് ഈ അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ അൽവയുമായി കൂടിക്കാഴ്ച നടന്നത്? അല്ല, അതിനകത്തൊന്നും അദ്ദേഹത്തെ പോലൊരാളെ സംശയത്തിന് നിർത്തിക്കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് അതിന് അനുകൂലിക്കാൻ കഴിയില്ല. അനൂപിന് കൊടുക്കാം ആനുകൂല്യം. അനൂപ് എത്ര വേണമെങ്കിലും ആനുകൂല്യം VD സതീശന് കൊടുത്തോളൂ. പക്ഷെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും 25 ലക്ഷത്തിന്റെ ചാർട്ടേഡ് യാത്ര രണ്ടു കൂട്ടരും നടത്തിക്കൂടാ. പൈസ അതാണ് 25 ലക്ഷം ആര് കൊടുത്തു? എന്തൊരു നാണം കെട്ട യാത്രയായിരുന്നു അത് അനൂപേ. യെസ് ബോസ് എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെയാണ് ശ്രീ സലാം പറഞ്ഞത്. അത് അദാനി ബോസ് ഗവൺമെന്റിന്റെ അല്ലല്ല, അദാനി ബോസ് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള അദാനി ഹൈക്കമാൻഡിനെ കാണാനുള്ള യാത്രയായിരുന്നു. അല്ലെങ്കിൽ കാര്യം പറയണമെന്ന് എന്തിനാ പോയതെന്ന്, എന്തിനാ ഈ കാശ് വേറെ ആള് ഈടാക്കുന്ന അവസ്ഥ ഉണ്ടായത്? 1 രൂപ കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കേണ്ടാത്ത വിധത്തിൽ അല്ല, ഒരു സെക്കൻഡ്, പൊതുമുതലിന്റെ വിഹിതമല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്? അർഹതപ്പെട്ട വിഹിതം. കാരണം പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ജനാധിപത്യപരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. 25 ലക്ഷം ആര് കൊടുത്തു? എന്തിനു കൊടുത്തു? ഇവിടെ സലാം നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? മംഗലാപുരത്ത് ഫ്ലൈറ്റ് KC വേണുഗോപാലിന്റെ മുകളിൽ കൂടി പറന്നതാ. അങ്ങനെ KC വേണുഗോപാലിന്റെ മുകളിൽ കൂടി കേരളത്തിൽ പറക്കുന്ന ഫ്ലൈറ്റുകളൊന്നുമില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. അദ്ദേഹം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്, ഈ പറയുന്ന മുഖ്യമന്ത്രിമാരെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന 25 ലക്ഷം ആര് കൊടുത്തു? ഇവിടെ കോൺഗ്രസ് എന്ന് 25 ലക്ഷം ആര് കൊടുത്തു? അല്ല, ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ, നിങ്ങൾ പത്രക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാടാണെന്നേ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഞാൻ എന്തെങ്കിലും സപ്ലിമെന്റ് ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? സതീശൻ ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോടായിരുന്നു ചോദ്യം, പിന്നെ മുഖ്യമന്ത്രിയായ VD സതീശനോടായിരുന്നു ചോദ്യം. ആരോടായാലും മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും അദ്ദേഹം അതിന്റെ ഉത്തരം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്ക് അത് വിശദീകരിക്കാനുള്ള അധികാരമുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ അതിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ചോദ്യം അനൂപ് അക്കാര്യത്തിൽ ക്ലോസ് ചാപ്റ്റർ ഒന്നുമല്ല.
ക്ലോസ്ഡ് ചാപ്റ്റർ ഒന്നും അല്ല. അതിനകത്തൊരു വി ഡി സാമൂഹ്യ സതീശൻ അടച്ച് ഉത്തരവാദിത്വമില്ലേ, ഭദ്രമാക്കി അനൂപേ? വെക്കാൻ നോക്കുന്നു. ദുരൂഹത പറയുമ്പോൾ ശ്രീ സലാം, ദുരൂഹത ഇല്ല എന്ന് സമൂഹത്തോട് പറയാനും ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്? എന്തിനാ പൈസ ആ ചെലവായ അദ്ദേഹം അത് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നമല്ലേ? അദ്ദേഹം ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം അത് വിശദീകരിച്ചില്ല. എച്ച് സലാമിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, എച്ച് സലാം എന്നോടാണ് അദ്ദേഹത്തോടാണ്. ശ്രീ സലാം നമുക്ക് വി ആർ അനൂപിനെ വല്ലാതെ അതിൽ വിഷമിപ്പിക്കേണ്ട. കാരണം വി ആർ അനൂപ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിസന്ധിയല്ല. ആർജവത്തോടെ ചില നിലപാടുകൾ ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ വിഷയത്തിൽ അനൂപ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് തന്നെ ആ ഘട്ടത്തിൽ ഉദ്ധരിച്ചതും. അപ്പൊ അനൂപിന്റെ പരിമിതി നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്പോഴും ആ ചോദ്യം ബാക്കി കിടപ്പുണ്ട്. പിന്നെ വേണു അങ്ങ് അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത, കമന്റ് ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാക്കന്മാരില്ലെന്നേ. പിണറായി വിജയനെ കുറിച്ച് എച്ച് സലാമിന് അത് പറയാൻ കഴിയുമോ? ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അതാണെന്ന്. അത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഈ പറയുന്ന ഇന്ന് ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഞങ്ങൾ യെസ് ബോസ് അല്ലാന്ന്. ഞങ്ങൾ അങ്ങനെ ഈ പറയുന്ന സ്തുതിപാഠകരുടെ സംഘം അല്ലാന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ ഏത് നേതാവും ഈ പറയുന്ന മന്ത്രി അറിയാതെയാണ് അനൂപേ, ആ മന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഒരു നയം തീരുമാനിച്ചത്. ആ മന്ത്രി ലിജു എന്ന മന്ത്രി അറിയാതെയാണ് എക്സൈസ് വകുപ്പിലെ ഒരു നയം തീരുമാനിച്ചത്. അങ്ങനെയൊന്നും തീരുമാനിക്കില്ല. നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞു. ലിജു അറിയാതെ നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞു ആ നയം. അല്ല, അത് എക്സൈസ് നയമല്ല. അറിഞ്ഞില്ലെന്നാ ലിജു തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അത് നയപരമായ കാര്യമാണെന്നത്. എക്സൈസ് മന്ത്രി സബ്ജക്ട് കമ്മിറ്റി പോലും കൊണ്ടുവയ്ക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഫിനാൻസ് ബില്ല് കൊണ്ടുവച്ച് പാസ്സാക്കി. ശരി, എനിക്ക് രണ്ടത്തികളിൽ കൂടി വേഗം ഒന്ന് പോകേണ്ടതുകൊണ്ട് രണ്ടുപേരും സഹകരിക്കണം. ശ്രീ ജയസൂര്യൻ, ശ്രീ ജയസൂര്യൻ 25 ലക്ഷം ആരീടാക്കി? അല്ലല്ല, 25 ലക്ഷം വി ഡി സതീശന് മംഗലാപുരത്തേക്ക് പോകാൻ ആര് നൽകി? ആ തുക ആര് നൽകി? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മെയ് 1-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് ഫലം വരാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ സ്പോൺസേഡ് യാത്രയാണത്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണെന്ന് ആലോചിച്ചോണം മംഗലാപുരത്തേക്ക്. അതറിയണ്ടേ കേരളത്തിന്? അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് അവസാനിപ്പിക്കണോ കാര്യങ്ങൾ? ശ്രീ വേണു ചോദിച്ച ചോദ്യം കേരളത്തിന്റെ പൊതുവായ ചോദ്യമാണ്, കേരള മനസാക്ഷിയുടെ ചോദ്യമാണ്. സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള മുന്നേറ്റത്തിന്റെയും പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്തത്? 25 ലക്ഷം രൂപ ആര് മുടക്കിയാണ് അദാനിയുടെ ആളിനെ കാണാൻ പോയത് എന്ന കേരളത്തിന്റെ പൊതു ചോദ്യത്തിന് എന്തുകൊണ്ടാ ജനാധിപത്യപരമായ രീതിയിൽ മറുപടിയില്ലാത്തത്? എന്തുകൊണ്ടാ സുതാര്യതയില്ലാത്തത്? അക്കാര്യത്തിൽ എന്തുകൊണ്ടാ ചർച്ചയില്ലാത്തത്? അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പോലും ആർക്കും അവകാശമില്ലാത്തത്? അതൊന്നും പാർട്ടി അച്ചടക്കമല്ല. ഇവിടെ പാർട്ടിക്കകത്ത് ജനാധിപത്യമുണ്ട് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അതല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആ നെഹ്റുയിസം എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ 15 പേര് വോട്ട് ചെയ്തപ്പോൾ ഒരാളാണ് നെഹ്റുവിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. ബാക്കി 14 പേരും പട്ടേലിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. അവിടെ എവിടെ പോയി ജനാധിപത്യം? അതിനുശേഷം 1ാമത്തെ മന്ത്രിസഭയിൽ ഏറ്റവും കരുത്തനായ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയെ അസഹിഷ്ണുത കൊണ്ട് പുറത്താക്കിയപ്പോഴാണ് അന്ന് ജനസംഘം എന്ന് പറയുന്ന ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചത്. അതുകൊണ്ട് അതൊരു വലിയ ചരിത്രമാണ്. ഞാൻ സമയം കുറവുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഏകാധിപത്യത്തിന്റെ പാർട്ടി, കുടുംബാധിപത്യത്തിന്റെ ഡൈനാസ്റ്റി പാർട്ടിയാണ്. ചില പരാമർശങ്ങൾ നടത്തിയതുകൊണ്ട് ശരി. ശ്രീ ജ്യോതിർ ഘോഷ്, ഇവിടെ ഈ 25 ലക്ഷത്തിന്റെ യാത്ര ചോദിക്കാൻ ഹൈക്കമാൻഡിന് പറ്റുമോ? കാരണം നിരന്തരം BJP ഒരു സെക്കൻഡ് എന്നോടല്ലേ? അനൂപല്ല. പക്ഷേ നാഗ്പൂരായിട്ട് ആർസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വേഗം പറഞ്ഞോളൂ. എന്നിട്ട് ശ്രീ ജ്യോതിർ ഘോഷിലേക്ക് പോകണം. അനൂപ് വേഗം. അല്ല, നാഗ്പൂരിലെ അങ്ങനെ പോകാൻ പാടില്ല. ഞാൻ പറയുന്ന ജനാധിപത്യ പാർട്ടിയല്ല, ഡൈനാസ്റ്റി പാർട്ടിയാണ് കോൺഗ്രസ്. ശരി. ശ്രീ ജ്യോതിർ ഘോഷ് അവസാനം ഒരു അവസരം. ശരി. ശ്രീ അനൂപ് ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ശരി. ശ്രീ ജ്യോതിർ ഘോഷ്, ഇവിടെ അനൂപ് പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. അതൊരു നിർബന്ധ സാഹചര്യമല്ല.
അങ്ങൊരു നിരീക്ഷകൻ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് എന്ന നിലയ്ക്കാണ് ഞങ്ങളെല്ലാം അതിനെ കാണുന്നത്. പക്ഷേ ശ്രീ ജ്യോതിർഘോഷ്, ഇവിടെ ഇപ്പോൾ 25 ലക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഹൈക്കമാൻഡിന് തന്നെ നിർബന്ധം പിടിക്കാൻ പറ്റുമോ? കാരണം രാഹുലിൻ്റെ വിദേശയാത്രകൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരൂഹത രാഷ്ട്രീയ ചോദ്യമായി ഉന്നയിക്കുന്നത് BJPയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമാണ്. ശ്രീ ജ്യോതിർഘോഷ്, അങ്ങയുടെ മറുപടിയോടെ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, അതിനകത്ത് ഈ VD സതീശൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് വ്യക്തമാകുന്ന ഒരു മറുപടി ഇനിയും നൽകേണ്ടിയിരിക്കും. കാര്യം ഇതെല്ലാം ഒരു സുതാര്യമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതിനൊരു കൃത്യമായ ഒരു സുതാര്യമായ നമുക്ക് ബോധ്യമാകുന്ന ഒരു മറുപടി ഇതുവരെ VD സതീശൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇനിയെങ്കിലും അദ്ദേഹം അത് നൽകേണ്ടതാണ്. കാരണം അത്രയ്ക്ക് ഒരു വിശ്വാസ്യത കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഫണ്ടിൻ്റെയൊക്കെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും ശ്രീ വേണു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ എങ്ങനെ കേരളത്തിൽ നടന്നു, എവിടെ നിന്നായിരുന്നു ഫണ്ട് വന്നത്, എങ്ങനെ ഫണ്ട് വന്നു, ആരുടെ കയ്യിൽ നിന്ന് വന്ന് ഫണ്ട് വന്നു. അപ്പോൾ ഈ ഫണ്ടിൻ്റെ കാര്യത്തിലേക്ക് വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ആ ഒരു വശം വരുന്ന സമയത്ത് ഉരുണ്ട് പോകുമെന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഈ നടക്കുന്ന ഈ രാഷ്ട്രീയത്തിനകത്ത് നമ്മുടെ കേരളവും ഖജനാവിന്റെ അവസ്ഥയും അല്ലേ? അല്ലാതെ എന്തുകൊണ്ട് അങ്ങനെ അങ്ങേക്ക് കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടിയന്തരമായ പണം ഡംപ് ചെയ്യുന്ന കൂട്ടണ്ട, അങ്ങനെ കൂട്ടണ്ട. അല്ല, പണത്തിന്റെ വരവിനെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ സ്ഥലം. ശരി, വേഗം ശ്രീ ജ്യോതിർഘോഷ്, സമയം കഴിഞ്ഞു, വേഗം. ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ വടംവലി ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ KC വേണുഗോപാൽ മനസ്സിലാക്കേണ്ടത്, KC വേണുഗോപാൽ ഒരു പരമ്പരാഗത രീതിയിലാണ് രാഷ്ട്രീയത്തെ പ്രയോഗിക്കുന്നത്. പക്ഷേ VD സതീശൻ ഒരു ഗ്രൂപ്പില്ലാതെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപകടമായിരിക്കും. കാരണം ആ ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വടംവലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ VD സതീശന് ഇവിടെ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് ഈ ഒരു കോൺഗ്രസിനുള്ള രാഷ്ട്രീയ യുദ്ധത്തിൽ VD സതീശൻ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയും വരും. ശരി, എന്തായാലും വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ബിഗ് ഡയലോഗ് അവസാനിക്കുന്നു. ഇനി ഉടൻ കാണാം ബിഗ് എഡിറ്റോറിയൽ.